വില്ലൻ എന്നത് സിനിമയിൽ നായകനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. കാരണം ശക്തരായ വില്ലന്മാരാണ് നായകന്മാരെ ശക്തരാക്കുന്നത്. കഥയുടെ പുരോഗതിയിൽ വില്ലന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും സംഘർഷങ്ങളുമെല്ലാമാണ് സിനിമയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്. ഇങ്ങനെ ശക്തരായ വില്ലന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നേരിടുകയും അതിനെ തരണം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നായകന്മാർ പ്രേക്ഷകരുടെ ആരാധ്യപാത്രങ്ങളാവുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ പല സൂപ്പർ താരങ്ങളും തങ്ങളുടെ സിനിമയിൽ വില്ലന്മാരെ അവതരിപ്പിക്കുന്നതിന് മികച്ച അഭിനേതാക്കളെ തന്നെ തേടാറുണ്ട്. ഇവരുടെ അന്വേഷണം പലപ്പോഴും ചെന്നെത്തുന്നത് അന്യഭാഷകളിൽ മികച്ച ആന്റി ഹീറോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കളിലേക്കാണ്. മോഹൻലാലിന്റെ പല സിനിമകളിലും ഇങ്ങനെയുള്ള അന്യഭാഷാ അഭിനേതാക്കൾ വന്ന് വില്ലന്മാരെ അവതരിപ്പിച്ച് ഇവിടെ തകർത്ത് പോയതായി നമുക്ക് പല സിനിമകളിലും കാണാം. ഇങ്ങനെ മോഹൻലാൽ സിനിമകളിൽ വില്ലന്മാരെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന 10 അന്യഭാഷാ അഭിനേതാക്കളെയാണ് ഇന്ന് സിനിമാ കമ്പം ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മടി കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. മാത്രമല്ല, നിങ്ങളുടെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് അതീവ ആഗ്രഹമുണ്ട്. ഇതുവരെയും സിനിമാ കമ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമാണ്. പുനീത് ഇസാർ എന്ന നടനെ മലയാളി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു അപകടത്തിന്റെ പേരിലാണ്. 80കളിൽ പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചൻ അഭിനയിച്ച കൂലി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു സംഘട്ടന രംഗം ചിത്രീകരിക്കുമ്പോൾ അതിലെ വില്ലനിൽ നിന്നുള്ള ശക്തമായ ഇടിയേറ്റ് അമിതാഭ് ബച്ചൻ മാരകമായ പരിക്കുകളോടെ ആശുപത്രിയിലായത് അന്ന് സിനിമാ ലോകത്തെയാകെ ഞെട്ടിച്ചിരുന്നു. ഭാഗ്യം കൊണ്ട് മരണത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറുകയായിരുന്നു പിന്നീട് അമിതാഭ് ബച്ചൻ. അശ്രദ്ധമായ ഈ ഒരു അപകടത്തിന് കാരണക്കാരനായത് ആ സിനിമയിലെ വില്ലനായി അഭിനയിച്ച പുനീത് ഇസാർ എന്ന അഭിനേതാവായിരുന്നു. ആ അഭിനേതാവിനെ പിന്നീട് മലയാളി കാണുന്നത് അക്കാലത്തെ BR ചോപ്രയുടെ വളരെ പ്രസിദ്ധമായ മഹാഭാരത എന്ന സീരിയലിലൂടെയായിരുന്നു. അതിലെ ദുര്യോധനനായി വന്നത് പുനീത് ഇസാർ ആയിരുന്നു. പുനീത് ഇസാറിന്റെ ആദ്യത്തെ മലയാള സിനിമ മോഹൻലാലിന്റെ യോദ്ധയാണ്. യോദ്ധയിലെ ആ ദുർമന്ത്രവാദിയെ മലയാളി ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ഇതിൽ മാത്രമല്ല, പിൻഗാമി എന്ന സിനിമയിലും മോഹൻലാലിന്റെ വില്ലനായി പുനീത് ഇസാർ വന്നിട്ടുണ്ട്. അതിലെ എഡ്വിൻ തോമസ് എന്ന ക്രൂരനായ കഥാപാത്രമായാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ഹിന്ദി, മലയാളം, തെലുങ്ക് സിനിമകളിലായി 150ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഭൂരിഭാഗവും വില്ലൻ കഥാപാത്രങ്ങൾ തന്നെയാണ്. ചന്ദ്രമുഖി, ബോർഡർ, ഈ അടുത്ത് പുറത്തിറങ്ങിയ കാശ്മീർ ഫയൽസ്, ഇതിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഗവിൻ പക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ പത്മരാജൻ സംവിധാനം ചെയ്ത സീസൺ എന്ന സിനിമയിലെ ഫാബിയൻ എന്ന കഥാപാത്രത്തെ പറ്റി പറഞ്ഞാൽ മലയാളിക്ക് പിന്നെ മറ്റൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടാവില്ല. സീസണിലെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആ ക്രൂരനായ വില്ലൻ കഥാപാത്രത്തെ മലയാളിക്ക് ഒരു ഉൾക്കിടിലത്തോടു കൂടി മാത്രമേ ഓർക്കാൻ പറ്റൂ. നായകന് പോലും കീഴ്പ്പെടുത്താനാകുമോ എന്ന് സംശയിക്കുന്ന ആ കഥാപാത്രം സീസൺ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ എതിരാളിയായിട്ട് വന്നപ്പോൾ അത് ആ സിനിമയുടെ കഥ പറച്ചിലിൽ ഉണ്ടാക്കിയ ഉദ്യോഗവും ആകാംക്ഷയുമെല്ലാം തന്നെ ഇന്നും ആ സിനിമ കാണുമ്പോൾ ഒട്ടും കുറഞ്ഞു പോകാതെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ അതിനു മുമ്പിറങ്ങിയ ആര്യൻ എന്ന സിനിമയിലെ ദാദയും മോഹൻലാലും ആ ദാദയുമായുള്ള ബോക്സിംഗ് റിംഗിലെ ഇടിയും നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത രംഗങ്ങളാണ്. ഗവിൻ പക്കാട് ഒരു ഐറിഷ് വംശജനാണ്. മികച്ച ബോഡി ബിൽഡർക്കുള്ള ദേശീയ അംഗീകാരവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ബോളിവുഡിലും സൗത്ത് ഇന്ത്യൻ സിനിമകളിലുമെല്ലാം ഒരു കാലത്ത് നിറസാന്നിധ്യമായ ഗവിൻ പക്കാട് 2012 തന്റെ 48ാമത്തെ വയസ്സിൽ ഒരു മോട്ടോർ ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിലാകുകയും പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത്. ആര്യനിലെ മജീദ് ഖാനെ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മുംബൈയിൽ നിന്നും നാട്ടിലെത്തിയ മോഹൻലാൽ കഥാപാത്രത്തെ തേടി വന്ന ആ കൊലയാളി ശരത് സക്സേന എന്ന ഹിന്ദി നടനാണത്. ആര്യന് മുമ്പ് ജീവന്റെ ജീവൻ എന്ന മോഹൻലാൽ സിനിമയിലൂടെയാണ് ആദ്യം അദ്ദേഹം മലയാളത്തിലെത്തുന്നത്, അതും വില്ലനായി. പിന്നീട് കിലുക്കത്തിലെ ഹിന്ദിക്കാരൻ വില്ലൻ, നിർണയത്തിലെ ഒറ്റക്കയ്യൻ, എന്മാവിൻ കൊമ്പത്തിലെ മല്ലിക്കെട്ട്, ഇതിലെല്ലാം തന്നെ മോഹൻലാലിനെ പോലും വിറപ്പിച്ച വില്ലനായി അദ്ദേഹം തകർത്തിട്ടുണ്ട്. ശരത് സക്സേന ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി പല ഭാഷകളിലായി 250ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 75 വയസ്സ് പ്രായമുള്ള അദ്ദേഹം 1972 മുതലാണ് അഭിനയം തുടങ്ങിയത്. ലാലാ പത്തർ,
ദോസ്താന, അസ്മേവാദെ, ഷാൻ, ശക്തി തുടങ്ങിയ അമിതാഭ് ബച്ചന്റെ ഹിറ്റ് സിനിമകളിൽ വില്ലനായി വന്ന് തകർത്ത അഭിനേതാവാണ് ശരത് സക്സേന. താഴ്വാരം എന്ന ഭരതൻ MT സിനിമയെ പറ്റി ഓർക്കുമ്പോൾ സലീം ഗൗസിനെ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഇതിലെ നായകനായ മോഹൻലാലിനോടൊപ്പം അതിലെ വില്ലന്റെ ചിത്രവും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. പ്രവചനാതീതമായ സ്വഭാവമുള്ള, ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന, പുറത്ത് കാണിക്കുന്ന സൗമ്യതയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ക്രൂരത നിറഞ്ഞ രാഘവൻ എന്ന കഥാപാത്രത്തെ സിനിമാ പ്രേമികൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും? മലയാളി അതുവരെ കണ്ട ബാലൻ K നായരും TG രവിയും ജോസ് പ്രകാശും ഉമ്മറുമെല്ലാം അടക്കി വാണ വില്ലൻ നിരകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മലയാളിയെ ആകെ സംഭ്രമിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു രാഘവനും അത് അവതരിപ്പിച്ച സലീം ഗൗസ് എന്ന മലയാളി അല്ലാത്ത നടനും. സലീം ഗൗസ് ജനിച്ചത് ചെന്നൈയിലാണ്. സലീം ഗൗസിൻ്റേത് മലയാളിക്ക് പരിചയമുള്ള ഒരു മുഖമായിരുന്നു അതിനു മുമ്പേ തന്നെ. 80കളിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ഭാരത് എ ഖോജ് എന്ന ശ്യാം ബനഗലിന്റെ സീരീസിലൂടെയാണ് സലീം ഗൗസിനെ മലയാളിക്കും പരിചയം. അതിലെ രാമന്റെയും കൃഷ്ണന്റെയും ടിപ്പു സുൽത്താന്റെയും എല്ലാം വേഷങ്ങൾ ചെയ്തത് സലീം ഗൗസ് ആയിരുന്നു. മലയാളത്തിൽ താഴ്വാരത്തിൽ കൂടാതെ അദ്ദേഹം ഉടയോൻ എന്ന സിനിമയിലും മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിലെ പെരുമാൾ എന്ന കഥാപാത്രമായാണ് അദ്ദേഹം അഭിനയിച്ചത്. ചെന്നൈയിൽ ജനിച്ച് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദം നേടി ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങി പല ഭാഷകളിലും സിനിമകളിൽ വ്യത്യസ്ത തരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടിയ സലീം ഗൗസ് മികച്ച ഒരു നാടക നടനും നാടക സംവിധായകനും ഒരു ആയോധന കലാ വിദഗ്ധനും കൂടിയായിരുന്നു. അദ്ദേഹം 2022 തൻ്റെ 72ാമത്തെ വയസ്സിൽ നമ്മോട് വിട പറഞ്ഞു. പുലിമുരുകൻ എന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്. ഒരു സൂപ്പർ ഹീറോ കഥാപാത്ര പരിവേഷമുള്ള മോഹൻലാലിന്റെ പുലിമുരുകനോട് അടിച്ചു നിൽക്കാൻ പറ്റിയ വില്ലനായി സംവിധായകൻ അവസാനം കണ്ടെത്തിയത് തെലുങ്കിലെ പ്രശസ്ത നടനായ ജഗപതി ബാബുവിനെയാണ്. അങ്ങനെയാണ് ജഗപതി ബാബു ഡാഡി ഗിരിജിയായി മലയാളിക്ക് മുന്നിലെത്തുന്നത്. മലയാളത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ഒരു പേരുകേട്ട നടനായിരുന്നു. 1989 തന്റെ പിതാവായ മധുസൂദന റാവു സംവിധാനം ചെയ്ത സിംഹസ്വപ്നം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. പിന്നീട് നായകനായും സഹനടനായും വില്ലനായും ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. തെലുങ്കിലെ സൂപ്പർ സ്റ്റാറായ ബാലകൃഷ്ണയുടെ ലെജൻഡ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ വില്ലനായിരുന്നു അദ്ദേഹം. രജനീകാന്തിന്റെ ലിംഗയിലും മലയാളത്തിൽ ആദിയിലും മധുരരാജയിലും മോഹൻലാലിന്റെ തന്നെ മോൺസ്റ്ററിലുമെല്ലാം വില്ലനായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠന് ഒത്ത ഒരു വില്ലനായിരുന്നു മുണ്ടക്കൽ ശേഖരൻ. നീലകണ്ഠൻ ഇല്ലെങ്കിൽ താനില്ല എന്ന് വിശ്വസിക്കുന്ന, അതുകൊണ്ട് തന്നെ നീലകണ്ഠനെ എന്നും ഒരു എതിരാളിയായി തന്നെ കാണുന്ന മുണ്ടക്കൽ ശേഖരൻ. മോഹൻലാൽ കഥാപാത്രത്തിന്റെ വീറും വാശിയും പ്രേക്ഷകനിലെത്തുന്നതിന് മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിന്റെ ഒരിക്കലും തോറ്റുകൊടുക്കാൻ സമ്മതിക്കാത്ത പോരാട്ട വീരൻ തന്നെയായിരുന്നു. ഇങ്ങനെ മംഗലശ്ശേരി നീലകണ്ഠന് ഒത്ത ഒരു എതിരാളിയായി മുണ്ടക്കൽ ശേഖരനെ ഉയർത്തുന്നതിൽ അത് അവതരിപ്പിച്ച നെപ്പോളിയൻ എന്ന അഭിനേതാവിന്റെ അഭിനയ മികവിന് നല്ലൊരു പങ്കുണ്ട്. ദേവാസുരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നെപ്പോളിയൻ തമിഴ് സിനിമയിൽ അറിയപ്പെട്ട ഒരു താരമായിരുന്നു. പിന്നീട് ഒരു രാഷ്ട്രീയക്കാരനും കൂടിയായി മാറിയ അദ്ദേഹം മൻമോഹൻ സിംഗ് ക്യാബിനറ്റിലെ ഒരു മന്ത്രിയും കൂടിയായി. ദേവാസുരം കൂടാതെ അതിന്റെ സീക്വലായ രാവണപ്രഭുവിലും മുണ്ടക്കൽ ശേഖരൻ എന്ന തന്റെ കഥാപാത്രത്തെ നെപ്പോളിയൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വിവേക് ഓബ്രോയ് ഒരു കാലത്ത് ബോളിവുഡിലെ ഒരു മുൻനിര നായകനായിരുന്നു. രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ തന്നെ ആദ്യ ഹിന്ദി സിനിമയായ കമ്പനിയിലൂടെയാണ് വിവേക് ഓബ്രോയ് ഈ രംഗത്തെത്തുന്നത്. പിന്നീട് അദ്ദേഹം മലയാളത്തിലേക്ക് എത്തുന്നത് ലൂസിഫറിലൂടെയാണ്. ലൂസിഫറിലെ ബോബി എന്ന വില്ലനെ വളരെ കൂളായി അദ്ദേഹം അവതരിപ്പിച്ച ആ രീതി പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. മോഹൻലാലിന്റെ സ്റ്റീഫൻ എന്ന നായകനെ വെല്ലുവിളിക്കാൻ കഴിവുള്ള വില്ലനായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ വിവേക് ഓബ്രോയുടെ സൂക്ഷ്മമായ ഒരു അഭിനയ ശൈലിയും വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. വിജയരംഗരാജു എന്ന് കേട്ടാൽ നമുക്കധികം പരിചയമുണ്ടാവില്ല. എന്നാൽ റാവുത്തർ എന്ന് കേട്ടാൽ പിന്നീട് മലയാളിയെ അത് ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന ഒറ്റ സിനിമയിലൂടെ മലയാളിയുടെ ആകെ മനം കവർന്ന അഭിനേതാവാണ് വിജയരംഗ ബാബു. 6 അടിയോളം ഉയരമുള്ള ആജാനബാഹുവായ ഒരു മനുഷ്യൻ. ഗുണ്ടകളുടെ ഗുണ്ടയായി ആ സിനിമയിൽ അദ്ദേഹം അഴിഞ്ഞാടുകയായിരുന്നു. എന്നാൽ ആ ഭീമാകാരത്തിനും അപ്പുറം ശാന്തനായ സൗമ്യനായ മനുഷ്യനായിരുന്നു ആന്ധ്രക്കാരനായ വിജയരംഗരാജു. തെലുങ്കിലെ ഒരു അറിയപ്പെടുന്ന താരമാണ് അദ്ദേഹം.
1984 പുറത്തിറങ്ങിയ ഭൈരവ ദ്വീപ് എന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. പിന്നീട് മലയാളത്തിൽ വെനീസിലെ വ്യാപാരി എന്ന മമ്മൂട്ടി ചിത്രത്തിലും അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട്. അമരീഷ് പുരിയെ സിനിമാ ആസ്വാദകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഗ്രേറ്റസ്റ്റ് വില്ലൻ എന്ന് പലരും പറയുന്ന അമരീഷ് പുരി വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഒരുപാട് സിനിമകളിൽ സ്വഭാവ നടനായും അദ്ദേഹം പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇൻഡസ്ട്രി ഹിറ്റായ മിസ്റ്റർ ഇന്ത്യ പോലെയുള്ള ശ്രീദേവി ചിത്രത്തിലെ വില്ലനായി ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് അദ്ദേഹം മലയാളത്തിൽ കാലാപാനി എന്ന പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയിൽ വില്ലനായി എത്തുന്നത്. അണ്ടമാൻ നിക്കോബാറിലെ സ്വാതന്ത്ര്യ സമര നേതാക്കളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആ ജയിലിലെ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ക്രൂരനായ ജയിലറായി അമരീഷ് പുരി അഭിനയിച്ച് തകർക്കുക തന്നെയായിരുന്നു. മോഹൻലാലിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ ഷൂ നക്കുന്ന ഒരു രംഗമുണ്ട് ആ സിനിമയിൽ. ഈ രംഗം യാതൊരു വൈമനസ്യവും കൂടാതെ മോഹൻലാൽ അഭിനയിച്ചത് കണ്ട് വികാരഭരിതനായി മോഹൻലാലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ അമരീഷ് പുരിയെ പറ്റി അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാസറും മലയാളിക്ക് ഏറെ പരിചിതമായ ഒരു അഭിനേതാവാണ്. 1990 പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത മുഖം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി നാസർ മലയാളത്തിലെത്തുന്നത്. അതിലെ സൈക്കോപാത്തായ പോലീസ് ഓഫീസറായി മികച്ച അഭിനയമാണ് നാസർ കാഴ്ചവെക്കുന്നത്. രണ്ട് മികച്ച അഭിനേതാക്കളുടെ പരസ്പരം ശക്തി പകർന്നുള്ള ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾക്ക് ആ സിനിമ സാക്ഷിയാവുകയും ചെയ്തു. പിന്നീട് മോഹൻലാൽ സിനിമകളായ ധനത്തിലെ സ്റ്റീഫനായും രക്തസാക്ഷികൾ സിന്ദാബാദിലെ CP രാമസ്വാമി അയ്യരായും ഒളിമ്പ്യൻ അന്തോണി ആദത്തിലെ ലൂതർ തുടങ്ങി പല മോഹൻലാൽ കഥാപാത്രങ്ങൾക്ക് മികച്ച എതിരാളിയായി മാറിയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി വിവിധ ഭാഷകളിൽ 200-ലധികം സിനിമകളിൽ അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്. K. ബാലചന്ദർ സംവിധാനം ചെയ്ത കല്യാണ അഗതികൾ എന്ന സിനിമയിലൂടെ ഈ രംഗത്ത് വന്ന അദ്ദേഹം മോഹൻലാലിന്റെ തന്നെ ഗുരു, ബട്ടർഫ്ലൈസ്, ഉടയോൺ തുടങ്ങിയ സിനിമകളിൽ സഹകഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ സിനിമകളിൽ മികച്ച വില്ലന്മാരെ അവതരിപ്പിച്ച 10 അന്യഭാഷാ നടന്മാരെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.